الله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ നഷ്ടപ്പെടുത്താതെ മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായി ജീവിക്കണമേ എന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ആദ്യ പകുതി നമ്മിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയും വീഴ്ചകൾ അവന്റെ മഹത്തായ ഫضل കൊണ്ട് നമുക്ക് പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങളെ ഒന്നുകൂടി ആത്മാർത്ഥമായി നല്ല നിയ്യത്തോടുകൂടി നല്ല ആരോഗ്യത്തോടുകൂടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സത്യത്തിൽ നമ്മളെല്ലാം വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം മതം ജീവിതത്തിൽ നിലനിർത്തുവാനും അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഒന്നും നമുക്കിപ്പോൾ നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല. നമുക്കറിയാം, സമകാലിക സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ രംഗങ്ങളൊക്കെ വളരെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ തറാവി നമസ്കാരങ്ങൾ പൂർണ്ണമായും ഭരണകൂടം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ ഒരു നല്ലൊരു സാഹചര്യം ഒരു മുസ്ലിമിന് നൽകുന്ന സമയത്ത് അതിന് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അത് എടുത്തു മാറ്റപ്പെടുമെന്ന ചിന്ത നമ്മിൽ ഉണ്ടായിരിക്കണം. ഞാൻ ആമുഖമായി ഇത് പറയുവാനുള്ള കാരണം, പൂർവകാല സമൂഹങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സഹിച്ച ത്യാഗം പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത രൂപത്തിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർണ്ണിച്ചു തരുന്നുണ്ട്. ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂർവികരിൽപ്പെട്ട ചില ആളുകൾക്ക് അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിന്റെ തൗഹീദ് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ അവർക്ക് ധാരാളം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. കിടങ്ങ് കുഴിച്ച് ആ കിടങ്ങിലേക്ക് ഇറക്കി വെക്കുകയും എന്നിട്ട് കഴുത്ത് മാത്രം മുകൾ ഭാഗത്താക്കുകയും അതിനുശേഷം അവരുടെ കഴുത്ത് വിച്ഛേദിക്കുകയും ചെയ്ത ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരം കീറി മുറിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അടർത്തി മാറ്റിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വഹീഹായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പകർന്നു നൽകുന്നുണ്ട്. എന്നിട്ട് അവരാരും അവരുടെ മതത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല, സത്യദീനിൽ നിന്ന് അവരാരും പിന്മാറിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സ്വഹാബത്തിന്റെയും ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ജീവിതത്തിൽ ഉണ്ടായ, അഥവാ ദീനിനു വേണ്ടി അവർ സഹിച്ച പ്രയാസങ്ങളിൽപ്പെട്ട ഒരു ഘട്ടമാണ് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രം. നമുക്കറിയാം, ബദർ യുദ്ധത്തിന് ശേഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ഭയങ്ങൾ വേട്ടയാടിയിരുന്നു. അഥവാ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ യുദ്ധത്തിലെ വിജയത്തിന് ശേഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും ഭയമില്ലാതെ സമാധാനത്തോടുകൂടി മക്കയിൽ മദീനയിൽ ജീവിക്കുവാൻ സാധിച്ചിട്ടില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹിജ്റ 2-നാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. ഹിജ്റ 2-നാണ് ബദർ യുദ്ധമെങ്കിൽ തൊട്ടടുത്ത വർഷമായ ഹിജ്റ 3-നാണ് ഉഹുദ് യുദ്ധം നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദാരുണമായി പരിക്ക് പറ്റിയ, പല സ്വഹാബത്തും മരണപ്പെട്ട അതിഭീതിജനകമായ സംഭവം ഉണ്ടാകുന്നത് ഹിജ്റ 3-നാണ്. മാത്രമല്ല, ബദർ യുദ്ധത്തിന് ശേഷം ഉമൈർ ഇബ്നു വഹബ് അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ബദർ യുദ്ധത്തിന് ശേഷം അദ്ദേഹം അമുസ്ലിം ആയിരുന്നു. അദ്ദേഹം മുശ്രിക്കീങ്ങളുടെ സദസ്സിൽ ഒരു ചർച്ച നടക്കുകയാണ്.
ആരുണ്ട് മുഹമ്മദിനെ വധിച്ചു കളയാൻ? അങ്ങനെ ഉമൈർ അത് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ റെഡിയാണ്, പക്ഷെ എനിക്ക് കുറെ കടങ്ങളുണ്ട്. എന്റെ കുടുംബത്തിന്റെ വിഷയം ആലോചിക്കുമ്പോഴും എന്റെ കടവിഷയം ആലോചിക്കുമ്പോഴും എനിക്ക് അങ്ങോട്ട് ചെല്ലുവാനും മുഹമ്മദിന്റെ അടുത്ത് വെച്ച് മരണപ്പെടുകയാണെങ്കിൽ എന്റെ കടം ആര് ഏറ്റെടുക്കും? സഫ്വാൻ പറയുന്നു, ഞാൻ ഏറ്റെടുക്കാം. അങ്ങനെ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാൻ വേണ്ടി മദീനയിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുകയാണ്, ഉമൈർ വരുന്നുണ്ട് നിന്നെ കൊന്നുകളയാൻ. ഉമൈർ വരുന്ന സമയത്ത് അദ്ദേഹത്തോട് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയുകയും അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്, ഇതൊരു മനുഷ്യന് സാധ്യമല്ല. ഇദ്ദേഹം എന്തായിരുന്നാലും അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ് അവിടെ വെച്ച് അദ്ദേഹം വിശ്വസിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ബദർ യുദ്ധത്തിന്റെ ശേഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നുകളയാൻ, വിശ്വാസികളെ ഉന്മൂലനം ചെയ്യാൻ ഹീനമായ അജണ്ടകളുമായിട്ട് മുശ്രിക്കീങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ബദർ എന്നത് സത്യത്തിൽ ഒരു ആദർശ പോരാട്ടമായിരുന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റമദാൻ 17 എന്ന് പറയുമ്പോൾ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കലാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ബദർ യുദ്ധവും പറഞ്ഞ് അവർക്ക് മറ്റുള്ള രൂപത്തിലുള്ള ഒരു വൈകാരിക തലത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നവരുണ്ട്. എന്നാൽ എന്താണ് പ്രിയപ്പെട്ടവരെ, ബദർ ഹിജ്റ 2 റമദാൻ 17 ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന വലിയൊരു ആദർശ പോരാട്ടമായിരുന്നു ബദർ. 2 കുതിരകൾ, 2 ഒട്ടകങ്ങൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും കൈകളിൽ ഉണ്ടായിരുന്നത്. 60 കുതിരകളും 315 ആളുകളുടെ അകമ്പടിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അതിന്റെ ഓരത്തിലൂടെ ഈ ചുരുങ്ങിയ സമയം ഒന്ന് നമുക്ക് സഞ്ചരിക്കാം. 10 പാഠങ്ങൾ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ബദറിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട് നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന 10 പാഠങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്ന് എന്നത് ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്നു. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുവാനാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ബദർ പ്രേരണ നൽകും. 113 വിശ്വാസികൾ, വളരെ കുറഞ്ഞ ആയുധങ്ങൾ, മുന്നിൽ നിൽക്കുന്നതോ 1000 വരുന്ന ശത്രുക്കളാണ്. പക്ഷേ ബദറിന്റെ യഥാർത്ഥ രംഗം മണൽത്തിട്ടകളിൽ മാത്രമല്ല, നേരെ മറിച്ച് വിശ്വാസികളുടെ ഹൃദയങ്ങളിലായിരുന്നു എന്ന് ബദറിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. കാരണം അവിടെ കേവലം 2 സൈന്യങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് വിശ്വാസമായിരുന്നു, ഈമാനായിരുന്നു. മറ്റൊരു ഭാഗത്താണെങ്കിലോ അഹങ്കാരമായിരുന്നു. ശിർക്കിന്റെ വലിയ രാജാക്കന്മാരായി ജീവിക്കുകയും വിശ്വാസികളെ ഉന്മൂലനം ചെയ്യുവാനും വേണ്ടി കടന്നു വരുമ്പോൾ ഒരു ഭാഗത്ത് ഈമാനായിരുന്നു, മറ്റൊരു ഭാഗത്ത് അഹങ്കാരമായിരുന്നു. പരീക്ഷണത്തിൽ പതറാതെ ഉറച്ചു നിൽക്കാൻ, പ്രത്യേകിച്ചും അത് റബ്ബിന് വേണ്ടിയായാൽ, സത്യത്തിന് വേണ്ടിയായാൽ വിശ്വാസികൾക്കായിരിക്കും പര്യവസാനം എന്ന വലിയ പ്രിയപ്പെട്ടവരെ ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് നൽകുവാനുണ്ട്. വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വിശ്വാസികൾക്കാണ് നല്ല പര്യവസാനമുള്ളത്. അഥവാ തെക്കുവയുള്ള പടച്ച റബ്ബിനെ ജീവിതത്തിൽ പേടിക്കുകയും യാന്ത്രികമായിട്ടല്ലാതെ മനസ്സിൽ തട്ടി അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഹൃദയ കൊട്ടാരത്തിൽ തെക്കുവയുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കായിരിക്കും നല്ല പര്യവസാനം എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഐ അൽ ആഖിബത്തുൽ മഹ്മൂദതു ഫിദ് ദുനിയ വൽ ആഖിറ ലിൽ മുത്തഖീന, അഥവാ സ്തുതിക്കപ്പെട്ട നല്ല പര്യവസാനം ഉണ്ടാകുക ദുനിയാവിലും ആഖിറത്തിലും മുത്തഖീങ്ങൾക്കാണ്. പ്രിയപ്പെട്ടവർ, അതിനാണ് നോമ്പ്. ലഅല്ലകും തത്തഖൂൻ, ഈ 15 നാൾ ജീവിച്ചിട്ട് ആ തഖ്വ നേടിയെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മളൊക്കെ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന 2ാമത്തെ പാഠം തവക്കുലിന്റെ പാഠമാണ്. ഈമാനിന്റെ ശക്തി, ആശ്രയം പൂർണ്ണമായി അല്ലാഹുവിൽ, തവക്കൽതു അലല്ലാഹ് എന്ന് ജീവിതത്തിൽ ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുവാനും അത് മനസ്സിൽ സന്നിവേശിപ്പിക്കുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന. ബദറിന്റെ തലേ ദിവസം രാത്രിയൊട്ടാകെ ദുആയിലാണ് പ്രവാചകൻ. ആ സമയത്ത് പ്രവാചകന്റെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിൽ ഇസ്വാബത്തു ലാ തുഅബദു ഫിൽ അർദ്, പടച്ചോനെ ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കണമെങ്കിൽ ഈ കൊച്ചു സംഘത്തെ നശിപ്പിക്കപ്പെട്ടാൽ നിന്നെ ആരാധിക്കാൻ ഭൂമിയിൽ ആരും ഉണ്ടാകുകയില്ല. ഇത് കേവലം ഒരു ദുആ മാത്രമല്ല, ഒരു നേതാവിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിസ്സഹായതയും സമർപ്പണത്തിന്റെ ചിന്ത കൊണ്ടുമുള്ള പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പല രംഗത്തും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവരാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നേതാവിന്റെ നിസ്സഹായാവസ്ഥ, ജീവിതത്തിൽ കുടുംബഭാരം ഏറ്റെടുത്തവരാണ് നമ്മൾ. മറ്റു പ്രയാസങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നവരാണ് നമ്മൾ. നിസ്സഹായ
നിസ്സഹായ അവസ്ഥയോടുകൂടി സമർപ്പണ മനോഭാവത്തോടുകൂടി ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, അത് ഗുണം ചെയ്യും. അല്ലാഹുവിൽ ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തവക്കുൽ എന്ന് വെച്ചാൽ അതാണ് തൗഹീദിന്റെ മർമ്മം. പക്ഷേ ബദരീങ്ങളോട് തേടുന്നവർ, ബദറിന്റെ ചരിത്രം പഠിച്ച ആളുകൾ ബദരീങ്ങളോട് തേടുന്നവർ ഇന്ന് സമൂഹത്തിലുണ്ട്. ബദരീങ്ങളുടെ പേരിൽ സത്യം ചെയ്യുന്നവർ മുസ്ലിം സമൂഹത്തിലുണ്ട്. ബദരീങ്ങളിൽ ഭരമേൽപ്പിക്കുന്നവർ ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട്. ബദരീങ്ങൾ തവക്കുലാക്കി, അള്ളാഹുവിന്റെ പേരിൽ തവക്കുലാക്കി, പ്രത്യേകിച്ചും ബദരീങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ തലേ ദിവസം രാത്രി തന്റെ കക്ഷത്തിലുള്ള വെള്ള കാണുമാറ് കൈകൾ ഉയർത്തിക്കൊണ്ട് ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠം, ജീവിതത്തിൽ അള്ളാഹുവിനോട് മാത്രം ഭരമേൽപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനുള്ള ഏറ്റവും വലിയൊരു പാഠം ബദറിന്റെ ഓരത്ത് നിന്ന് നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കി, വിശ്വാസികൾക്ക് റബ്ബിന്റെ സഹായം ലഭിക്കും. ഈമാനുണ്ടോ, തൗഹീദുണ്ടോ, ലഭിക്കും. വലഖദ് നസറകുമുല്ലാഹു ബിബദർ, ബദറിനെ കുറിച്ച് പഠിച്ചു പറയാം, നിങ്ങളെ ബദറിൽ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. വഅൻതും അതില്ല, നിങ്ങൾ വളരെ കൊച്ചു ചെറിയ സംഘങ്ങളായിരുന്നു. അതുകൊണ്ട് ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തഷ്കുറൂൻ, എങ്കിൽ നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാം. അതുകൊണ്ട് പടച്ചവനെ പേടിച്ച് അള്ളാഹുവിനുള്ള വിശ്വാസം പതറിപ്പോകാതെ ഹൃദയ കൊട്ടാരത്തിൽ തൗഹീദുള്ള ആളുകളായി ജീവിച്ചാൽ അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കും. ബദറിന്റെ ചരിത്രത്തിൽ പല രൂപത്തിൽ അള്ളാഹു സഹായിച്ചു. അതിലൊന്നാണ് വിശ്വാസികൾക്ക് ചെറിയ ഉറക്കം ബദറിന്റെ തലേ ദിവസം അള്ളാഹു നൽകി. അവിശ്വാസികളുടെ ടെന്റിലാണെങ്കിലോ ഭീതിയായിരുന്നു, എന്നാൽ വിശ്വാസികൾക്ക് ഉറങ്ങാൻ അള്ളാഹു സമയം നൽകി. ഇത് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ പറയുന്നത്, യുദ്ധമാണ് നാളെ, യുദ്ധത്തിന്റെ തലേ ദിവസം വിശ്വാസികൾക്ക് അള്ളാഹു ഉറക്കം നൽകുകയാണ്. പേടി മനസ്സിലുള്ള ആളുകൾ ഉറങ്ങുകയില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു പറയാണ്. വിശ്വാസികളുടെ ഹൃദയം അവിടെ നല്ല സമാധാനത്തോടു കൂടിയായിരുന്നു എന്നത് ഈ ആയത്ത് തെളിവാണ്. കാരണം എന്താണ്? പേടിയുള്ള ഒരാൾ ഉറങ്ങുകയില്ല എന്ന് അദ്ദേഹം ഈ ആയത്തിന് വിശദീകരിക്കണം. അഥവാ യുദ്ധത്തിന്റെ ആ സന്നിഗ്ധ ഘട്ടങ്ങളിൽ പോലും, ഭയത്തിനിടയിൽ പോലും അള്ളാഹു അവർക്ക് സമാധാനം നൽകുകയാണ്. വിശുദ്ധ ഖുർആൻ പല രൂപത്തിൽ ബദറിന്റെ സമയത്ത് ലഭിച്ച സഹായങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് ഉറക്കമാണ്. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ പറയാണ്, ആ അന്ന് തലേ ദിവസം രാത്രി അള്ളാഹു മഴ നൽകി. മഴ നൽകിയതിലുള്ള പ്രത്യേകത എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നത്, വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅ ലിയുതഹിറകും ബിഹി, നിങ്ങൾക്ക് ഉളുവെടുക്കാൻ വേണ്ടി അതിലൂടെ വെള്ളം ലഭിച്ചു. വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ, പിശാചിന്റെ മ്ലേച്ഛത നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മുഖേന അല്ലാഹു ഒഴിവാക്കി. അഥവാ വസ്വാസില്ലാതെ ആത്മാർത്ഥമായി ഉളുവെടുത്ത് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാനും അന്ന് നിസ്കരിക്കുവാനും അവർക്ക് സാധിച്ചു. വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം, ആ യുദ്ധക്കാലത്തിൽ വിശ്വാസികളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തുവാൻ ആ മഴയ്ക്ക് സാധിച്ചു. എന്താണ് അതിന്റെ പ്രത്യേകത? അന്ന് മഴ ലഭിച്ചതോടുകൂടി അവിടുത്തെ മണലെല്ലാം കൃത്യമാകുകയും അവരുടെ കാൽപാദം വെക്കുവാൻ അവിടുത്തെ ആ ഭൂമി അത് ഉറക്കുകയും ചെയ്തു എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു സഹായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മണൽ വാരി എറിയാൻ പറഞ്ഞു. വമാ റമൈത ഇത് റമൈത, പ്രവാചകൻ എറിയാണ്. പ്രവാചകൻ എറിഞ്ഞ സമയത്ത് എല്ലാവരുടെയും കണ്ണിൽ ആ മണൽ എത്തുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വമാ റമൈത ഇത് റമൈത, പ്രവാചകരെ നീ മണൽ വാരി എറിഞ്ഞു, പക്ഷെ നീയല്ല എറിഞ്ഞത്, വലാകിൻ അല്ലാഹ റമ, അല്ലാഹുവാണ് എറിഞ്ഞത്. പ്രവാചകനാണ് എറിഞ്ഞതെങ്കിലും ആ മണൽ എല്ലാവരുടെയും കണ്ണിൽ എത്തിച്ചത് അല്ലാഹുവാണ്. ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബളതൻ മിൻ തുറാബിൻ ഫറമാ ബിഹാ ഫി വുജൂഹിൽ ഖൗമി, പ്രവാചകൻ ഒരു പിടി മണൽ മാത്രമാണ് എടുത്തത്, തുടർച്ചയായിട്ട് എറിഞ്ഞില്ല. ആ ഒരു പിടി മണൽ എടുക്കുകയും പ്രവാചകൻ എറിയുകയും ചെയ്തു. ഫമാ ബഖിയ മിൻഹും അഹദുൻ ഇല്ലാ ദഖല ഫീ ഐനൈഹി, ആ ശത്രുക്കളിൽ നിന്ന് ഒരാളും അവശേഷിച്ചില്ല, അവരുടെ കണ്ണിലെല്ലാം ഈ മണലെത്താതെ. അപ്പൊ അള്ളാഹു ചെയ്ത സഹായമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ആദർശത്തെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ, യൻസുറുക്കും, നിങ്ങൾ കാലക്കൂട്ടി തീരുമാനിച്ചിട്ടില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയും വയുസബ്ബിത അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. നാലാമത്തെ ഒരു പാഠം പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസാണ്. നിഷ്കളങ്കത വേണം ജീവിതത്തിൽ, നിയ്യത്തിൽ നിഷ്കളങ്കത വേണം. അവർക്ക് ലക്ഷ്യം ദുനിയാവ് നേടലല്ല, അവിടുത്തെ
ഭൂമി വെട്ടിപ്പിടിക്കലല്ലായിരുന്നു. നേരെ മറിച്ച് അവരുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തി. അവന്റെ കെലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമത്ത് പ്രപഞ്ചത്തിൽ ഉയരണമെന്ന ആത്മാർത്ഥമായ ചിന്തയായിരുന്നു പ്രിയപ്പെട്ടവർ അവർക്കുണ്ടായിരുന്നത്. ബദറിന്റെ ചരിത്രം കേൾക്കുമ്പോൾ, ബദർ പറയുമ്പോൾ, ബദർ ആഘോഷിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളോട് ചോദിക്കുവാനുള്ളത്, നമ്മുടെ ഇബാദത്തിൽ നിയ്യത്തുകളുണ്ട് പ്രിയപ്പെട്ടവരെ? നാം ചെയ്യുന്ന ദീനീ സേവനത്തിൽ ഇഖ്ലാസിന്റെ കൂടെ റിയാ കലർന്നിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, നിസ്കാരമുണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണമുണ്ട്, അതെല്ലാം സമ്പൂർണ്ണമായി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് ലോകമാന്യത തൊട്ട് തീണ്ടാതെ ഇഖ്ലാസോടുകൂടിയാണ് ആ കർമ്മങ്ങൾ എന്ന് ഉറപ്പിച്ചു പറയുവാൻ നമുക്ക് സാധിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനമുണ്ട്, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അഅമാലി ഇല്ലാ മാ കാന ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുഹു. അല്ലാഹുവിന്റെ തിരുമുഖം കാണണമെന്ന ആഗ്രഹത്തോടുകൂടി ഇഖ്ലാസോടുകൂടി അല്ലാത്ത ഒരു പ്രവർത്തനം ആര് ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കൂല. 1000 കോടി ആളുകൾ കാണണമെന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്താലും അതിൽ നിന്നൊരു രൂപ പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. കാലിൽ നിന്ന് നീര് വരുമാറ് നിന്ന് നിസ്കരിക്കാണ് ആളുകൾ കാണണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് ഒരു റക്അത്ത് പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ബദറിന്റെ ഓരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിരുന്നു. അതുകൊണ്ട് തന്നെ ബദർ പഠിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ റിയാവ് വന്നുകൂടുവാൻ പാടില്ല. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെയും ചരിത്രമാണ് ബദർ യുദ്ധം നമുക്ക് നൽകുന്നത്. കാരണം എന്താണ്? ഹിജ്റ 2-ാം വർഷമാണ് ബദർ യുദ്ധം നടന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഹിജ്റ എന്ന് പറയുമ്പോൾ അവിടെ മുഹാജിറുകളുമുണ്ട്, അൻസ്വാരികളുമുണ്ട്. ഈ അൻസ്വാരികളെയും മുഹാജിറുകളെയും ചേർത്തി പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി നടത്തിയ ഒരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം എന്ന് നമുക്ക് പറയാം. പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം സഹോദരന്മാരാണ്. ഒരുപക്ഷെ ഒരു വേള രക്തബന്ധത്തേക്കാൾ പ്രധാനപ്പെട്ട ബന്ധമാണ് ആദർശ ബന്ധം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് അസൂയയും ഗർവവും പകയും വിദ്വേഷവും നീക്കുവാൻ ബദർ പഠിക്കുന്ന ഒരു മുസ്ലിമിന് സാധിക്കും. അതുകൊണ്ടാണ് അൻസ്വാരികളെയും മുഹാജിറുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, നാളെ ബദർ യുദ്ധമാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന്. അൻസ്വാരികളുടെയും മുഹാജിറുകളുടെയും നേതാക്കന്മാർ ഒരേ രൂപത്തിൽ മറുപടി കൊടുക്കുന്നത് എന്താണ്? ഞങ്ങൾ എന്തിനും റെഡിയാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശമാകുന്ന അച്ചിൽ വാർത്തെടുക്കപ്പെട്ട ആ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സാഹോദര്യത്തിന് അവർ പ്രാധാന്യം നൽകിയിരുന്നു. ആറാമതായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠം, വിജയം ആൽബലത്തിലും സാങ്കേതിക വിദ്യയിലും ആയുധങ്ങളിലുമല്ല എന്ന വലിയ പാഠം ബദറിലുണ്ട്. കാരണം 313 ആളുകൾ മാത്രമാണ് റസൂലുള്ളാഹിന്റെ കൂടെയുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് കുതിരകൾ, അതുപോലെ തന്നെ എണ്ണപ്പെട്ട വാളുകൾ മാത്രം. എതിരാണെങ്കിൽ 1000-ഓളം വരുന്ന അഥവാ 3 ഇരട്ടി വരുന്ന സൈന്യമാണ് അപ്പുറത്ത്. ആയുധ സജ്ജരായി നിൽക്കുന്നു. എമ്പാടും കുതിരകളുണ്ട്, അവരുടെ കൈകളിലെല്ലാം വാളുകളുണ്ട്. എന്നാൽ എണ്ണപ്പെട്ട വാളുകൾ മാത്രമാണ് റസൂലുള്ളാഹിന്റെ കയ്യിലുള്ളത്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ നേതാവായ അബൂജഹലിന് പോലും അതിദാരുണമായ രൂപത്തിലാണ് ആ ബദറിൽ മരിക്കേണ്ടി വന്നത് എന്ന് ബദറിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ആൾബലത്തിലും സാങ്കേതിക വിദ്യയിലും ആയുധങ്ങളിലും മാത്രമല്ല. വിശുദ്ധ ഖുർആൻ ബദറിനെ കുറിച്ച് പറയാണ്, കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബതു ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാ. എത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ അള്ളാഹുവിന്റെ ഇതിനോടുകൂടി പരാജയപ്പെടുത്തിയത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആൾബലത്തിലല്ല. അതുകൊണ്ട് ഇന്നും ജീവിതത്തിൽ ബദറുണ്ട്. നമ്മുടെ പാപങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിലെ ശ്രദ്ധക്കുറവിനെതിരെയുള്ള പോരാട്ടം, നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള ഹലാൽ ഹറാം പരീക്ഷണത്തിൽ ഹറാമിനെതിരെയുള്ള പോരാട്ടം, കുടുംബ ജീവിതത്തിൽ പലതും സഹിക്കേണ്ടി വരും, സഹനം ചെയ്യേണ്ടി വരും, അവിടെയുള്ള ആത്മാർത്ഥമായ പോരാട്ടം, അതുപോലെ തന്നെ ദഅ്വ രംഗത്തുള്ള പോരാട്ടം, തൗഹീദ് ആളുകളെ പഠിപ്പിക്കാൻ, ശിർക്കിൽ നിന്ന് ആളുകളെ വിഭാടനം ചെയ്യാൻ, സമൂഹത്തിലേക്ക് സുന്നത്ത് പ്രചരിപ്പിക്കുവാനും ആ ബിദ്അത്തിന്റെ ആ മോശപ്പെട്ട സന്ദേശം അവർക്ക് പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ബദർ അവസാനിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏഴാമതായി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബദർ യുദ്ധം എന്ന് വെച്ചാൽ അഹങ്കാരത്തിന്റെ തകർച്ചയായിരുന്നു ബദർ യുദ്ധം. കാരണം എന്താണ്? ഖുറൈശികൾ, മുശ്രിക്കുകൾ, റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ ബദറിലേക്ക് പോകുന്ന സമയത്ത് അവർ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. അതെന്താണ്? ഈ ബദറിന് ശേഷം ഞങ്ങൾ ആഘോഷിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. ഈ ബദർ കഴിഞ്ഞാൽ ഈ ബദർ ഞങ്ങൾ ആഘോഷിക്കുമെന്ന് ശത്രുക്കൾ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഹീനമായ പരാജയം അവർക്കുണ്ടാകുകയാണ്. അവരുടെ ഏറ്റവും വലിയ നേതാവായി
അവർ സമൂഹത്തിൽ കാണിച്ചിരുന്ന അബൂജഹലിനെ പോലും നേരത്തെ പറഞ്ഞതുപോലെ 2 യുവാക്കളാണ് വധിച്ചു കളയുന്നത്. ചെറിയ 2 കുട്ടികളുടെ പ്രായം കഴിഞ്ഞ ചെറിയ 2 ആളുകളാണ് അബൂജഹലിനെ വധിച്ചു കളയുന്നത്. അബൂജഹലിന്റെ നെഞ്ചത്ത് കയറി അബൂജഹലിനെ ഹീനമായി വധിച്ചു കളയുകയാണ് ആ 2 കുട്ടികൾ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹങ്കാരത്തിനുള്ള തകർച്ചയായിരുന്നു ബദർ. ജീവിതത്തിൽ വിനയം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ തവാളഅ അഹദുൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ ഇല്ലാ റഫഅഹു അല്ലാഹു, അല്ലാഹു അവനെ ഉയർത്തുമെന്നാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അൽ കിബറു ബത്റുൽ ഹഖി, സത്യത്തെ മൂടി വെക്കുക. വഗംതുൻ നാസി, ജനങ്ങളെ കൊച്ചാക്കി, ജനങ്ങളെ അശ്രദ്ധരാക്കി, അവരോട് കവിൾ കോട്ടി സംസാരിക്കുന്ന രൂപത്തിൽ ജനങ്ങളെ മുഖവിലക്കെടുക്കാതെ ചില പ്രത്യേകമായ ടീമുകളെ മാത്രം പരിഗണിച്ചുകൊണ്ട് സത്യത്തെ മൂടി വെച്ചുകൊണ്ട് വംതുന്നാസി ജനങ്ങളെ കൊച്ചാക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കിബർ, കാരണം കിബർ എന്നുള്ളത് അള്ളാഹുവിന്റെ വസ്ത്രമാണ്. അങ്ങനെയുള്ള ഈഗോ കാണിച്ച് അഹങ്കരിക്കാൻ സൃഷ്ടികളായ നമുക്ക് ഒരു നിലക്കും അവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അഹങ്കരിക്കുക? സൂക്ഷ്മമായ രക്തധമനികൾ അഥവാ 10 ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ നമ്മുടെ ശരീരത്തിലെ രക്തധമനികൾ നീട്ടിവെച്ചാൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അതിന്റെ ദൂരമുണ്ട്. അതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ, ആ ബ്ലഡിന്റെ അളവൊന്ന് കൂടിയാലും കുറഞ്ഞാലും ജീവിതം തീർന്നു എന്നർത്ഥം. ബ്ലഡിന്റെ അളവൊന്ന് കൂടിയാലും കുറഞ്ഞാലും ജീവിതം തീർന്നു. ഇത്രയും നിസ്സാരരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവര്, ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ അഹങ്കരിക്കുക? അഹങ്കരിക്കാൻ ഒരു വകുപ്പും മനുഷ്യരായ നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ എന്നാണ്, ഒരു ചെറിയ മിസ്ഖാൽ വരുന്ന, ഞാൻ പറഞ്ഞിരുന്നു മിസ്ഖാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ടോർച്ച് അടിക്കുന്ന സമയത്ത് ആ ടോർച്ചിന്റെ ലൈറ്റിൽ ചെറിയ പൊടിപടലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പൊടിപടലത്തിനാണ് മിസ്ഖാൽ എന്ന് പണ്ഡിതന്മാർ പലരും വിശദീകരിച്ചത്. അങ്ങനെയുള്ള അഹങ്കാരം ഹൃദയത്തിൽ വന്നാൽ അവന് നരകമാണ്, സ്വർഗമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ബദർ എന്ന് വെച്ചാൽ ഞാൻ എന്ന ബോധം തകർത്ത് അവനെന്ന് വെച്ചാൽ അള്ളാഹു എന്ന ബോധം സമ്മാനിക്കുന്ന ഏറ്റവും വലിയ ചരിത്രത്തിലെ ആദർശ പോരാട്ടമായിരുന്നു ബദർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 8ാമതായി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന. കാരണം ബദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രാർത്ഥിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, റസൂലേ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് ദുആയിരിക്കുന്നത് എന്ന് യുദ്ധത്തിന്റെ തലേ ദിവസം എന്ന് ചോദിക്കുന്നുണ്ട്. ഖുർആൻ തന്നെ പറയാണ്, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തി. ചില ആളുകളൊക്കെ പറയുന്നത് ഇസ്തിഗാസ പറ്റും, പടച്ചോനല്ലാത്തവരോട് പ്രാർത്ഥിക്കാതിരുന്നാൽ മതി. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താൻ അതൊരു ബെൻസ് കാറിൽ പോകുന്ന പോലെ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിയാൽ അല്ലാഹു എന്തായിരുന്നാലും കേൾക്കുമെന്നാണ് ചില ആളുകൾ പറഞ്ഞത്. എല്ലാ സഹോദരങ്ങളും, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയാണ്. ഖുർആൻ പറഞ്ഞത് ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തി. ഫസ്തജാബ ലക്കും, അപ്പോൾ തന്നെ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. ബദറിൽ വ്യത്യസ്ത രൂപത്തിലുള്ള സഹായം ലഭിച്ച ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് അവിടെ നിന്ന് ആയിരക്കണക്കിന് തുടരെയുള്ള ആയിരക്കണക്കിന് മലക്കുകളെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കാണ്. അവര് യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഇത് ഖുർആന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ. ഇതിനുള്ളൊരു കാരണം എന്താണ് ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കടക്കെണിയിൽ കുടുങ്ങി നിൽക്കുന്നവർ, അതുപോലെ തന്നെ മാരകമായ അസുഖത്തിന് അടിമപ്പെട്ടവർ, അതുപോലെ തന്നെ കുടുംബത്തിലും മറ്റു വിഷയങ്ങളിലും പ്രയാസങ്ങളുടെ ചുഴിയിൽപ്പെട്ടവർ, പ്രിയപ്പെട്ടവരെ റബ്ബിനോട് സഹായിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യക്കാരാണ്. ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഈ ദിവസങ്ങളെ നമ്മളൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ട്. കാരണം പ്രാർത്ഥനയിലൂടെ നേട്ടങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ എത്ര സമയമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചത്? പ്രശ്നമുണ്ടായാൽ മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭാഗ്യം കെട്ടവരാണ്. കാരണം അള്ളാഹു റെഡിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, അള്ളാഹു പകലിൽ കൈ നീട്ടിയിരിക്കുന്നു, രാത്രി കൈ നീട്ടിയിരിക്കുന്നു. പകലിൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കാൻ, രാത്രിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുവാൻ. ബദറിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെയുള്ള വിജയമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയണം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. 9ാമതായി നമ്മൾ പറയാനുള്ളത്, റബ്ബിന്റെ മാർഗത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും അത് നഷ്ടമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് കൊടുത്താലും, എന്ത് ചെയ്താലും, എന്തനുഭവിച്ചാലും അത് നഷ്ടമല്ല. ഖുർആന്റെ നിങ്ങളുടെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടോട്ടെ,
ഔ മുത്തും, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കട്ടെ, നിങ്ങൾ ഒരുക്കി കൂട്ടി വെച്ചിട്ടുള്ള, നിങ്ങൾ സ്വരൂപിച്ചു വെച്ചിട്ടുള്ള എല്ലാത്തിനേക്കാളും ഉത്തമം അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടലും അള്ളാഹുവിന്റെ പാപമോചനം കിട്ടലുമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. പ്രിയപ്പെട്ടവരെ, ബദർ യുദ്ധവുമായി നേരിട്ട് ഈ ആയത്തിന് ബന്ധമില്ലെങ്കിലും ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. കാരണം എന്താണ്? ഉഹുദ് യുദ്ധത്തിൽ പരാജയം സംഭവിച്ച സമയത്ത് മുനാഫിക്കുകൾ കളിയാക്കാണ്. എന്തിനാണ് മുഹമ്മദും കൂട്ടരും അവരോട് യുദ്ധത്തിന് പോയതുകൊണ്ടല്ല അവർക്ക് ഇങ്ങനെ സംഭവിച്ചത്. റസൂലുള്ളാഹിന്റെ പല്ല് പൊട്ടി, റസൂലുള്ളാഹിന്റെ മുഖത്ത് അമ്പ് തറച്ചു. മുനാഫിക്കുകൾ പരിഹസിക്കാണ് എന്തിനാണ് അതിൽ പോയത്. അപ്പൊ ആയത്തിറങ്ങാണ്, പ്രവാചകരെ, നീയും നിന്റെ സ്വഹാബികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാലും മരിച്ചാലും ഏറ്റവും നല്ലത് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും കാരുണ്യവുമാണ്. നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ നിങ്ങളുടെ സമ്പാദ്യത്തെക്കാൾ ഉത്തമമെന്ന് ആയത്തിറങ്ങി റസൂലുള്ളാഹിക്ക് സമാധാനപ്പെടുത്താണ്. ഇബ്നു കസീറിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നു, ആദാ തസ്ലിയത്തുൽ മുഅ്മിനീന അമ്മാ അസ്വാബഹും യൗമ ഉഹുദ്. ഉഹുദ് ദിവസം മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചതിൽ നിന്ന് ബാധിച്ചതിൽ നിന്നുമുള്ള ഒരു സമാധാനമാണ് ഈ ആയത്ത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആയത്തിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ റഹ്മത്താണ് ഈ റമളാനിലുടനീളം. മഗ്ഫിറത്ത്, പാപമോചനമാണ് റമളാനിലുടനീളം. ആ മഗ്ഫിറത്തും ആ റഹ്മത്തും ഈ റമളാനിന്റെ ദിനരാത്രികൾ ജീവിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിർ റസൂൽ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, പത്താമത്തെ ബദറുമായി ബന്ധപ്പെട്ട പത്താമതായി നമ്മൾ മനസ്സിലാക്കുന്ന വിശുദ്ധ ഖുർആൻ ഈ ദിവസത്തിന് അള്ളാഹു നാമകരണം ചെയ്ത തന്നെ യൗമുൽ ഫുർഖാനാണ്. സത്യവും അസത്യവും വേർതിരിക്കുന്ന ദിവസമാണ്. അഥവാ സത്യമാകുന്ന പാർട്ടിയെയും അസത്യ പാർട്ടിയെയും വേർതിരിച്ചു. ഫർക്ക് എന്ന് പറഞ്ഞാൽ ഫിർഖ തന്നെ ടീം എന്നാണ്. യൗമുൽ ഫുർഖാൻ, അത് രണ്ടും വേർതിരിക്കപ്പെട്ട ദിവസമായതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വിളിച്ചൊരു പേര് ഫുർഖാനാണ്. ഖുർആനിന് ഫുർഖാൻ എന്ന് പറയും. സത്യവും അസത്യവും വിവേചിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതുപോലെ അള്ളാഹു ബദറിനിട്ട മറ്റൊരു പേരാണ് യൗമുൽ ഫുർഖാൻ എന്ന്. അതുകൊണ്ട് തന്നെ ബദർ ചരിത്രം പഠിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സത്യത്തിനു ഒപ്പം ജീവിതത്തിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ആര് എതിര് നിന്നാലും, അഥവാ ജീവിതത്തിൽ ഒരിക്കലും മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ, അതിന്റെ കൂട്ടായ്മയിൽ അണിചേരാൻ, അതിന്റെ ആളുകളുടെ കൂടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ല ചരിത്രമാണ് ബദർ. കാരണം എന്താണ്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്നത് അൽ ജറാഹ്, അഥവാ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഥവാ ജറാഹ് എന്ന ഉപ്പയുടെ മകനാണ് അദ്ദേഹം. അപ്പുറത്ത് ശത്രുക്കളുടെ കൂട്ടത്തിൽ ജറാഹ് എന്ന ഉപ്പ ഉണ്ടാവുകയാണ്. അപ്പൊ ബദർ യുദ്ധത്തിൽ അബൂ ഉബൈദ എന്ന മുസ്ലിം യുദ്ധം ചെയ്യുന്നത് മുശ്രിക്കായ തന്റെ ഉപ്പയാണ് അപ്പുറത്തെ സൈന്യത്തിലുള്ളത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈന്യത്തിലല്ല, ആസ് ഇബ്നു ഹിശാം എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മാവൻ അഥവാ ഉമ്മാന്റെ ആങ്ങള അപ്പുറത്തുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്ന സമയത്ത് സ്വന്തം മകൻ അബ്ദുറഹ്മാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹമാണ് അപ്പുറത്തെ സൈന്യത്തിലുള്ളത്. സ്വന്തം മോനെതിരെ വാളെടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യാണ്. അതുപോലെ തന്നെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? അപ്പുറത്തെ സൈന്യത്തിലുള്ളത് അബുൽ ആസ് അഥവാ അബുൽ അസീസ്, അദ്ദേഹത്തിന്റെ മാതൃ സഹോദരൻ, നേരെ സഹോദരനായ അബുൽ അസീസ് ആണ് അപ്പുറത്തുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദുനിയാവിന്റെ തുച്ഛമായ ലക്ഷ്യത്തിന് വേണ്ടി ആദർശം പണയപ്പെടുത്തുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ചെറിയ നേട്ടത്തിന് വേണ്ടി സത്യത്തെ മൂടിവെക്കുകയും അസത്യത്തിന്റെ പ്രചാരകരായി തീരുന്ന ആളുകളും ഇന്ന് സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ ബദറിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്ദേശം എന്താണ്? യൗമുൽ ഫുർഖാൻ, സത്യത്തിന്റെ ഒപ്പം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യത്തിന്റെ കൂടെ അണിചേരണം. എന്തിനാണ് സത്യത്തിന്റെ കൂട്ടായ്മ? എന്തിനാണ് സംഘടിത സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ ആയിട്ടുണ്ട് വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യത്തിന്റെ ഒപ്പം ചേരണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആദർശ കൂട്ടായ്മയിൽ നന്മയുടെ കൂട്ടത്തിൽ അണിചേർന്നുകൊണ്ട് ദഅവാ പ്രവർത്തനത്തിൽ സജീവമായി ആദർശ പോരാട്ടമാണ് ഇന്ന് ജീവിതത്തിൽ നടത്തുവാനുള്ള ഏറ്റവും വലിയ പോരാട്ടം. കാരണം ഭൂരിഭാഗവും ഇന്ന് ശിർക്കിലാണ്, ഭൂരിഭാഗവും ഇന്ന് ബിദ്അത്തിലാണ്. ആ ബിദ്അത്തിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിച്ച്, ശിർക്കിൽ നിന്ന് മോചിപ്പിച്ച് സുന്നത്തിലേക്കും തൗഹീദിലേക്കും എത്തിക്കുവാനുള്ള പ്രയത്നത്തിൽ നമ്മളൊക്കെ അണിചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഈ സമയത്ത് എന്നോടും നിങ്ങളോടുമെല്ലാം ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ആ രൂപത്തിൽ ജീവിച്ചു മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം
നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനാണ്. റമദാനിൽ പിന്നെ നന്മയുടെ ക്ലാസ്സുകൾ കേൾക്കുവാൻ എമ്പാടും സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ദീൻ പഠിക്കാൻ ആത്മാർത്ഥമായി നമ്മുടെ ഭാഗത്തു നിന്ന് പരിശ്രമം ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 9